യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ കൃഷി ഒന്നും നശിപ്പിച്ചിട്ടില്ല, കുട്ടികൾക്കും സ്ത്രീകൾക്കെതിരെയും ഒന്നും യാതൊരുവിധ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ, ന്യായീകരിക്കുന്ന ആളുകൾ ഇതൊന്ന് കേൾക്കുക. ഈ സന്ദർഭത്തിൽ മുന്തിരി വള്ളികൾ, അവർക്ക് ഫലം നൽകുന്ന മുന്തിരി വള്ളികൾ നശിപ്പിച്ച് അങ്ങനെ അവരെ കീഴ്പ്പെടുത്താം എന്ന തന്ത്രം മുസ്ലിങ്ങൾ പയറ്റി നോക്കി. അപ്പോൾ അവിടെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വരുമാനം നൽകുന്ന കൃഷിയായ മുന്തിരി വള്ളികളെ നശിപ്പിച്ച് ആ കൃഷി നശിപ്പിച്ചു നോക്കി. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന് ഈ വഴികൾ സ്വീകരിക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ ഇതിൽ പൈശാചികതയല്ലേ നമുക്ക് ദർശിക്കാനാവുക? ദൈവികമായ എന്തെങ്കിലും ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതിലൊക്കെയും ഈ അക്രമത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് ഒരു അക്രമി ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് പ്രതിരോധം സൃഷ്ടിക്കുന്നതും, അവരഭയം തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ആ സ്ഥലത്ത് പോയി അവരാക്രമിച്ചിട്ട് അവരുടെ കൃഷിയും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ കൊള്ളയടിക്കുന്നതും രണ്ടും രണ്ടല്ലേ? നമ്മളെല്ലാത്തിനും ഈ പ്രതിരോധം സൃഷ്ടിക്കലാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഒന്നും രണ്ടും കാര്യങ്ങളല്ലല്ലോ. എത്രയോ അക്രമങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനും സ്വഹാബത്തും മറ്റു മതസ്ഥർക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രതിരോധമാണെന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങി അത് നമ്മൾ വിശ്വസിച്ച് അതിനെ ന്യായീകരിച്ച് പറയാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയല്ല നമുക്കുള്ളത്.